ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാമിലി ആയിട്ട് ഔട്ടിംഗ് ടു അവർ പെറ്റ് സ്റ്റേഷൻ കണ്ണൂർ ആണ്. അപ്പം നമ്മളവിടെ എത്തി, അതിൻ്റെ ബഹളമാണ് ഈ കേൾക്കുന്നത്. 2024 എനിക്ക് വളരെ സ്പെഷ്യലായിരുന്നു. അതിൽ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തുടക്കം വിടാൻ വേണ്ടി പറ്റി. സോ അതിലൊന്നായിരുന്നു ഫാമിലി ടൈം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. 5 വയസ്സ് മുതൽ ഒരാൾക്ക് 150 രൂപയായിരുന്നു ടിക്കറ്റിന്. അപ്പോഴേക്കും അച്ഛനും അമ്മയും അമ്മമ്മയും കുറച്ച് കടൽ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങളുടെ ഉള്ളിലേക്കൊട്ട് കയറി. അവിടെ നല്ലൊരു ഫ്രഷ് ആംബിയൻസ് ആയിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ഒരുപാട് മീനുകളായിരുന്നു ഞങ്ങളെ വെൽക്കം ചെയ്തത്. മീനുകളെന്ന് പറഞ്ഞാൽ നല്ല ജൈജാൻറ്റിക് മീനുകളായിരുന്നു കേട്ടോ. ഞങ്ങളിനി അന്തമായിട്ട് നോക്കി നിൽക്കുകയാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ പല കളറിലുള്ള ഈ കുഞ്ഞു കുഞ്ഞു മീനുകളായിട്ട് എന്ത് ഭംഗിയെന്നറിയോ കാണാൻ. അങ്ങനെ മീനുകളൊക്കെ കണ്ട അടുത്ത സെക്ഷൻ നമ്മുടെ പക്ഷികളിലോട്ടായിരുന്നു. കൂട്ടത്തിൽ വലിയൊരു പക്ഷിയെ തന്നെ അമ്മ കയ്യിലെടുത്തു. എൻ്റെ അമ്മ ഒരു ന്യൂജൻ അമ്മയാട്ടോ. ഒരുപാട് ട്രാവലൊക്കെ ചെയ്യാനും ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനും അങ്ങനെ അടിച്ചു പൊളിക്കാനും ഒക്കെ ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ്. പിന്നെയുള്ള സെഷൻ ഒരുപാട് ആനിമൽസിൻ്റെതായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് എടുത്തു വരാനുള്ള കാര്യം നല്ല നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഒരു ടിക്കറ്റ് വെച്ച് നമുക്ക് അവിടെയുള്ള ഏതെങ്കിലും ഒരു പെറ്റിനെ കയ്യിലെടുക്കാൻ വേണ്ടി പറ്റും. അതിലൊരെണ്ണം പാമ്പായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായി, പക്ഷേ സെയിം ടൈം എനിക്ക് നല്ല പേടിയുണ്ടായി. പിന്നെ എൻ്റെ അച്ഛൻ എന്നെ സമ്മതിച്ചേയില്ല, എൻ്റെ കൈ പിടിച്ചു വെച്ച് കൊണ്ടുപോയിരുന്നു അവിടെ നിന്ന്. അവസാനം അവിടെ നിന്ന് വന്നൊരു കുട്ടി ട്രൈ ചെയ്യുന്ന വീഡിയോ എടുത്ത് അവിടെ നിന്ന് നൈസായിട്ട് സ്ഥലം വിട്ടു. ടിക്കറ്റിനോടൊപ്പം ഫിഷിന് കൊടുക്കാനുള്ള ഒരു പാക്കറ്റ് ഫുഡ് അവർ തരും കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫിഷിന് ഫുഡ് കൊടുക്കൽ പരിപാടിയിലോട്ട് കടന്നു. നല്ല കളർഫുൾ ഫിഷായിരുന്നു. ഫസ്റ്റ് ട്രൈ ചെയ്ത അമ്മയാണ്. ഇക്കിളിയായിട്ടാണെന്ന് തോന്നുന്നു. അമ്മ ഒരേ ചിരിയായിരുന്നു. അടുത്ത ഒഴി എൻ്റേതായിരുന്നു. ഇക്കിളി കാരണം ഞാൻ അവിടുന്ന് ഷോക്ക് അടിച്ച പോലെയാണ് തുള്ളിയത്. ഇതായിരുന്നു എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ. സാധാരണ എല്ലായിടത്തിലും ഈ കിളികളെ കൂട്ടിലടച്ചിട്ടല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഒരു റൂം മുഴുവൻ തന്നെ അവർക്കായി ഒരുക്കിയിട്ടിരിക്കുകയാണ് ഇവർ. അതായിരുന്നു ഇവിടുത്തെ ഹൈലൈറ്റ്. സോ ഒരുപാട് നിർബന്ധിച്ച ശേഷം അമ്മമ്മയെ ഒന്ന് കിളികളെ പിടിക്കാനായി ഇറങ്ങിയിട്ടോ. അമ്മമ്മ ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും അമ്മമ്മൻ്റെ പുറത്തും കയ്യിലൊക്കെ ഒരുപാട് കിളികൾ വന്ന് നിറഞ്ഞു. ഇവർക്കൊക്കെ ഈ സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളും നൊന്നി തള്ളി വിട്ടാൽ അവരൊക്കെ അങ്ങ് സെറ്റ് ആയിക്കോളും. കണ്ടില്ലേ ചിരി. പിന്നെ ആൾ നല്ല പോസിങ് ഒക്കെ തുടങ്ങി. ആമണി കുഞ്ഞിന് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവൾ നന്നായി എൻജോയ് ചെയ്തു. അതിനിടയിൽ ഒരു തക്കുട മോനെ നമുക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഇനിയാണ് നമ്മുടെ എക്സ്പ്രഷൻ ക്യൂവിൻ്റെ വരവ്. എൻ്റെ ഒരേ ഒരു അനിയത്തി. ഇവൾക്ക് ചെറുപ്പം മുതലേ ഈ പല്ലി, പാറ്റ, പൂച്ച തുടങ്ങിയ ജീവജാലങ്ങളൊക്കെയും ഒടുക്കത്തെ പേടിയാണ്. ഇവളെ ഇതിനുള്ളിൽ കയറ്റാൻ പറ്റ പാട് എനിക്കേ അറിയുള്ളൂ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ ബീച്ചിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും പട്ടം വാർത്ത കളിക്കുമായിരുന്നു. സോ നമ്മൾ ഒരു പട്ടം വാങ്ങിച്ചു. ഈ ചിരിയും സന്തോഷവും ഒക്കെ കാണാനും അത് ഫീൽ ചെയ്യാനും ഒക്കെ വേണ്ടിയല്ലേ നമ്മൾ ശരിക്കും ജീവിക്കുന്നത്. എപ്പോഴും ഇതുപോലുള്ള നല്ല മൊമെന്റ്സ് നമ്മൾ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ വെള്ളത്തിൽ ഇറങ്ങില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ചിരിപ്പായിരുന്നു അമ്മമ്മ. അമ്മമ്മ ഞാൻ പിടിച്ചു വലിച്ച് കടലിലേക്ക് ഇറങ്ങി. കാലിൽ വെള്ളം തട്ടിയത് പോലും അമ്മമ്മ അറിഞ്ഞില്ല കേട്ടോ. അമ്മമ്മയുടെ ടെൻഷൻ മുഴുവൻ വീഡിയോ കടലിൽ നിന്ന് എടുക്കുന്ന എൻ്റെ അനിയത്തിയെ കുറിച്ചായിരുന്നു. ആ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും.
മസിൽ പിടിച്ചിരുന്ന അച്ഛനെയും അവസാനം നമ്മൾ ബീച്ചിൽ ഇറക്കി കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റായി, എല്ലാവരും നനഞ്ഞു. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. തിരിച്ചു പോകാൻ തിരക്കൂട്ടി അച്ഛനും അമ്മയും അവസാനം കാത്തു നിൽക്കേണ്ട അവസ്ഥയായി നമ്മൾക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ നല്ലൊരു അടിപൊളി ബീഫ് അപ്പം മിക്സും ചിക്കൻ അപ്പം മിക്സും കഴിച്ച് അന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.